ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 17ാമത്തെ ശ്ലോകമാണ് വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം? ഭഗവതിയുടെ മുഖത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കാമദേവന്റെ മംഗളഭവനമായ മുഖത്തിന് പ്രവേശന ദ്വാരമാകുന്ന പുരികക്കൊടികളോടു കൂടിയവൾ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇവിടെ തോരണം എന്ന പദത്തിന് കമാനം അല്ലെങ്കിൽ വളച്ചുവാതിൽ എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാകും. നമ്മുടെയൊക്കെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാതിലിൽ ചില വിശേഷ അവസരങ്ങളിലൊക്കെ തന്നെ നമ്മൾ അലങ്കരിക്കാറുണ്ട്. പൂക്കൾ കൊണ്ടുള്ള മാലകൾ, ആ മാലകൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. അതുപോലെ മാവിന്റെ ഇലകൾ കൊണ്ട് നമ്മൾ അലങ്കരിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അലങ്കാരങ്ങൾ ഒരു മംഗളത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ അംബികയുടെ മുഖം അത് കാമദേവന്റെ ഭവനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭവനത്തിന്റെ പ്രവേശന കവാടം, ആ പ്രവേശന കവാടമാണ് ഏതെന്ന് പറയുന്നത്? അംബികയുടെ പുരികങ്ങൾ, അല്ലെ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദേവിയുടെ പുരികക്കൊടികളെ കാമദേവന്റെ മംഗളഭവനമായ മുഖത്തിന്റെ തോരണങ്ങൾ അല്ലെങ്കിൽ വളച്ചുവാതിൽ അല്ലെങ്കിൽ കമാനം, അതായത് വളഞ്ഞ രീതിയിലുള്ള, നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ റാ പോലത്തെ വാതിലുകൾ, അങ്ങനെ അലങ്കരിക്കും. അപ്പൊ അതുപോലെയുള്ള ഒരു കവാടം, ആ കവാടമായിട്ട് അംബികയുടെ മുഖത്തെ പുരികക്കൊടികളെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ പുരികക്കൊടികളെ പറ്റിയും വർണ്ണിച്ചിരിക്കുന്നു. അംബികയുടെ മുഖം കാമദേവന്റെ വാസസ്ഥാനമാണ്, മംഗളഭവനമാണ് എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. അതായത് അംബികയുടെ മുഖത്തിന്റെ ആ സൗന്ദര്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. എല്ലാവർക്കും ഈ ശ്ലോകം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് 18ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പഠിക്കാം. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.